മോളെ മോളെ സെക്കൻഡ് കോൾ മോളൂ എനിക്കടാ മോളി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വന്ന് വിളിക്കുന്നത്. ഇതെന്തോ തലയിൽ കെട്ടുകളൊക്കെ. മോളൂ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വന്ന് വിളിക്കുന്നത്. എനിക്കോ വേഗം ആവട്ടെ. 6:30 ഇറങ്ങണം. വേഗം സ്പീഡപ്പ്. ഇതെന്താ തലയിൽ ബട്ടർ എന്തൊക്കെ പോലെ അത്? ഇതെന്തൊക്കെയാ ബട്ടർഫ്ലൈയോ തലയിൽ? എന്താ എനിക്ക് മനസ്സിലായി. ഹലോ മോളെ ഇറങ്ങ് വേഗാവട്ടെ. വേഗാവട്ടെ. അപ്പം ഇന്നലെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മറന്നുപോയോ? നല്ല ഉറക്കം. ഇറങ്ങ് വേഗാവട്ടെ. ഫാസ്റ്റ് ആവട്ടെ. ഇറങ്ങടാ വേഗം 10 മിനിറ്റ് കൊണ്ട് റെഡി ആയി പുറത്തേക്ക് ഇറങ്ങണേ. 6:15 ഇറങ്ങണം താഴേക്കിട്ടാ. 6:15 6:15 താഴെ ഇറങ്ങണം ലിഫ്റ്റ് കിട്ടാനായിട്ട്. ഓക്കെ വേഗമാവട്ടെ. സാറ്റർഡേ ആണ്. ആയിക്കോട്ടെ. എന്നാലും എല്ലാവരും ജോലിക്കാരൊക്കെ ഇറങ്ങണ സമയമായിരിക്കില്ലേ സാറ്റർഡേ ആണെങ്കിലും. വീഡിയോ എടുക്കണോ? പ്ലസൻ്റായിട്ട് നിൽക്കും. പ്ലസൻ്റായിട്ട്. ഓക്കെ വേഗം റെഡി ആവുമോ? 10 മിനിറ്റ്സ്. പട എന്താ സംഭവം? ഇത് പരിക്കുണ്ടോ? കുളിച്ചു വന്നിട്ട് പരീക്ഷണം. കൊല്ലങ്ങളായി ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ട്. ഞാൻ സ്വയം നെയിൽ പോളിഷ് ഇട്ടിട്ട് അങ്ങനെ അതും നടന്നു. അതെ നെയിൽ പോളിഷ് ഏത് കളറായിട്ടിരിക്കുന്നത്? ഐശ്വര്യയുടെ ഒരു കളർ. ഓക്കെ എന്നാൽ വേഗം റെഡി ആവൂടാ. ഫാസ്റ്റായിട്ട് ബെഡൊക്കെ ക്ലിയർ ചെയ്ത് വേഗം ആയിക്കോട്ടെ. സ്പീഡും ബെഡ് വേഗം ക്ലിയർ ചെയ്യണം കേട്ടോ. ഒന്നും കാണാൻ പാടില്ല ബെഡുമേ. പില്ലോ നന്നായിട്ടൊന്ന് പൊക്കിയെടുത്തില്ല. നല്ല കോലാണ് ഇൻട്രോ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള 2 കാര്യങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഞാനൊരു വളരെ പുതിയ കാര്യം ചെയ്യാൻ പോവാണ്. എന്താന്ന് നമ്മൾക്ക് വഴിയേ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇനി ഞാൻ വാചകം അടിച്ച് നിന്ന് കഴിഞ്ഞാൽ വണ്ടി വരും, ഞാൻ ഇവിടെ മുകളിൽ നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. അപ്പോൾ ഞാനൊന്ന് കുളിച്ചെല്ലാം റെഡിയായി ചടപടി നമ്മൾ ആദ്യത്തെ ചടപടി എന്ന് ഞാൻ വേഗം കുളിച്ച് റെഡിയായി വന്ന് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാം. ഓക്കെ അപ്പോൾ കുളിക്കട്ടെ. അയ്യോ മോയ്സ്ചറൈസർ മുഖ്യം പിടിക്കില്ലേ, സൺസ്ക്രീൻ മുഖ്യം പിടിക്കില്ലേ. അത്യാവശ്യം ഒത്തിരി വെയിലുള്ളടത്തേക്കാണ് പോകുന്നത്. സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ വെയിൽ കൊള്ളുമോ എന്നറിയില്ല. അന്ന് എല്ലാവരും പറയുന്നത് മഴക്കാലാണെന്ന് വെച്ചാലും നമ്മൾ സൺസ്ക്രീൻ ഇടണമെന്നാണ്. ഇതെപ്പോഴാണ് കഴിക്കണത്? ഇത് എൻ്റെ മുടിയുടെ പ്രശ്നം അറിയാമല്ലോ. എൻ്റെ മുടി ഹീറ്റ് ചെയ്ത് കേൾ ചെയ്താൽ പോലും 5 മിനിറ്റ് 10, അതായത് ഇവിടെ നിന്ന് കേൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേൾ ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടുത്തെ കേളുമ്പോഴും നേരെയായി കാണും. അതാണ് എൻ്റെ മുടിയുടെ പ്രശ്നം. ഒട്ടും ഹീറ്റ് അബ്സോർബ് ചെയ്യത്തില്ല. ഭയങ്കര എങ്ങനെ ചെയ്തിട്ടാലും ഇങ്ങനെ കിടക്കും, വെറുതെ കിടക്കും. അന്ന് ഞാൻ ഹെയർ കളർ ചെയ്ത സമയത്ത് അവർക്ക് ഇത് കേൾ ചെയ്തിട്ടൊരു പിക്ക് എടുക്കണമായിരുന്നു. അയ്യോ ഇവിടെ നിന്ന് കേൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ പോകും. വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കി വെക്കും. തിരിച്ച് ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് കേൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ പോകും. ഇതിങ്ങനെ പൊക്കിയും താഴ്ത്തിയും അവസാനം അവരിങ്ങനെ ഓരോന്നും കേളിയും ഒരു ക്ലിപ്പ് കുത്തി വെക്കും. അങ്ങനെ അവസാനം ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ആണ് ഹെയർ. എന്നാലും ആഗ്രഹം താജ്മഹൽ പണി വേണം. നമ്മൾ എന്റെ സ്റ്റാൻഡേർഡ്സ് എപ്പോഴും ഹൈ ആണ്. അയ്യോ മോയ്സ്ചറൈസർ ഒക്കെ നന്നായിട്ട് ഇടുക. സമയം വണ്ടി വരാറേ. ഇന്ന് ഫേസ് വാഷ് ചെയ്തിട്ടേ ഇങ്ങനെ മുഖത്ത് എടുക്കുന്നതിന് ഇങ്ങനെ തേച്ചു. സോപ്പ് മുഴുവൻ മൂക്കി കയറി പോയി. ഇപ്പൊ തുമ്മല് വന്നിട്ട് വയ്യമ്മ. തുമ്മാൻ പാടില്ല കേട്ടോ. തുമ്മ പിന്നെ ആകെ തുടങ്ങിയ പിന്നെ തീർന്നു. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇത്ര കട്ട് ഉരുങ്ങി പിടിച്ചൊക്കെ പോകുന്നത്. നമ്മൾ ഉരുങ്ങുന്നൊന്നുമില്ല. അവിടെ ചെന്നിട്ട് ഇതെല്ലാം തുടക്കേണ്ടി വരുമെന്നേ.
മോയ്സ്ചറൈസറോ? ഇല്ലില്ല, മോയ്സ്ചറൈസർ എന്തായാലും തുടക്കേണ്ടി വരില്ല. സൺസ്ക്രീൻ കൂടെ ഇടണം അമ്മ, വെറുതെ ടാൻ വേണം. ഫാസ്റ്റ് ഇതെന്റെ നെയിൽ പോളിഷ് ഡ്രസ്സിന്റെ അങ്ങോട്ട് മാച്ചേ. കണ്ണോ തുറക്കണില്ല പൊന്നെ, തുറക്കടാ കുട്ടാ. ഓക്കെ, ഇനി സൺസ്ക്രീൻ. പെട്ട് നമുക്ക് നോക്കാം. ഇതാണ് ഈ ധൃതി പിടിക്കുമ്പോഴുള്ള പ്രശ്നം. ഞാൻ ഭയങ്കര ക്ലംസി ആവും ധൃതി പിടിച്ചു കഴിഞ്ഞാൽ. ഇതിനെന്തോ തേക്കാൻ എന്തോ ഒരു കറക്റ്റ് ഒരു 3 പേരിൽ വെച്ചിട്ട് തേക്കണം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. എനിക്കതൊന്നും അറിയില്ല. നമ്മൾ തട്ടിക്കൂട്ട് തേപ്പാണ്. മുഖത്ത് സാധനം പിടിക്കണം, നമുക്ക് അത്രയുള്ളൂ. എങ്ങനെയെങ്കിലും തേച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നവരാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ അനുകരിക്കാണ്ടിരിക്കുക. അതൊക്കെ നമ്മൾ നല്ലതായിട്ട് അറിയുന്ന ആൾക്കാരടുത്തൊക്കെ ചോദിച്ച് ചെയ്യുക, അതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ ഫേസ് ഓൾറെഡി ഡ്രൈ ആണ്, അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും എന്ത് വന്നിട്ടൊരു കാര്യമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു വിണ്ട് അങ്ങനത്തെ ഒരു ഭൂമി പോയാവും എൻ്റെ മുഖം കൊണ്ടും ഇത് തിരിച്ച് കെട്ടേണ്ടിട്ട് പോകാനേ. ഈ വൈറ്റ് മാർക്കിംഗ് വരാത്ത രീതിയിലുള്ള സൺസ്ക്രീൻ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബിലോ. കാരണം എനിക്ക് ഈ വൈറ്റ് ആ ഒരു ഇതായിരുന്നു ഒട്ടും ഇഷ്ടമല്ല. ലിപ്സ്റ്റിക് ഞാൻ ഓൾറെഡി ചുണ്ടിൽ സൺസ്ക്രീൻ ഇട്ടോണ്ടേ ലിപ്സ്റ്റിക് അങ്ങനെ കാണാനില്ല. നമുക്ക് ഒത്തിരി ഒരു റെഡ് ടോൺ കൂടെ കേട്ടാം. പിന്നെ നമ്മുടെ ഹെയർ റിവീലിനുള്ള ടൈമാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. പിന്നെ രാത്രിയാ കേളിയാക്കി വെക്കാനുള്ള ഇതായിരുന്നു അല്ലേ? ഹെയർ ഹീറ്റ്ലെസ് കേളിങ്. ഇതെങ്ങനെയാണ് കുത്തി കയറ്റിയെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. കാരണം രാത്രിയിലുള്ള ഒരു ശുഷ്കാന്തിയിൽ ഞങ്ങൾ പലതും ചെയ്തു. ഇതൊരു എന്താണെന്നുള്ളത് കയറ്റി വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് ഇപ്പം അറിയാം, എന്തോ ഒരു സാധനം ഉണ്ടെന്ന്. മെല്ലെ കെട്ടി വയ്ക്കണം. ഇവിടെ അയ്യോ തീർന്നില്ലേന്ന്. എന്താ അത് കഴിയാത്ത? കെട്ടുമ്പോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു ഫുൾ ഷോളാണ് അതിൽ കയറിയിരിക്കണേ. ആർക്കെങ്കിലും മനസ്സിലായോ ഗൈസ്? മനസ്സിലായെങ്കിൽ കമൻറ്റ് ബിലോ. ഗൈസ് ഇറ്റ്സ് ടൈം ഫോർ ദ റിവീൽ. നോക്കട്ടെ. വാങ്ങിട്. പക്ഷെ ഇങ്ങനെ എത്രയും ടൈറ്റായിട്ട് കെട്ടിയിട്ട് കിടന്നുറങ്ങാൻ പാടില്ല കേട്ടോ. ചെറിയൊരു ലൂസ് വേണം. നല്ല ടൈറ്റായിട്ടാണ് കെട്ടിയിരിക്കുന്നത്. ഇല്ല അങ്ങനെ ഒരുപാട് ടൈറ്റൊന്നുമില്ല. എന്റെ അമ്മ വലിയ സന്തോഷമായിരിക്കും. നീ ഇതും കൂടെ നൂരാട്ടോ. കഷ്ടപ്പെട്ടതിന് വർത്തായി, അത്രയും മതി. ഇതിനാണ് ഷോള് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചെയ്യാറുണ്ട്, പക്ഷെ ഇത്ര ഒരു ഷോള ഒരു ദുപ്പട്ടായിട്ട് അങ്ങനെ കയറണം കണ്ടിട്ട്. ഞാൻ സാധാരണ നമ്മുടെ ഹെഡ് ബാൻഡ് ഇല്ലേ അതിനകത്താണ് ചെയ്തിടാറ്. ഇപ്പൊ ഒരു പുതിയ പരീക്ഷണം കണ്ടപ്പോൾ ഒരു ശുഷ്കാന്തി അങ്ങോട്ട് ചെയ്യാനായിട്ട് ചെയ്തു. സ്ഥലം എത്തുന്നവരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു.
ആൾക്കാരെ രണ്ടാളെങ്കിലും കണ്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞു. എന്തൊരു കെട്ടാടോ ഇത്. ഞാൻ തന്നെയാണല്ലോ കിട്ടിയതിന്റെ പോകാൻ. ഇപ്പോൾ കോള് വരും വണ്ടി. കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യരുത് കേട്ടോ, അനക്കാതെ പോവുക. വണ്ടിയിലിരിക്കുമ്പോഴത്തേക്ക് അത് പോകും. ഇല്ല, ഞാൻ മുണ്ട കെട്ടി മുകളിലേക്ക് വയ്ക്കാം. മുണ്ട കിട്ടുമ്പോൾ വീണ്ടും അത് സ്ട്രൈറ്റ് ആവില്ലേ? ഇല്ല, വലിക്കാണ്ട് നമ്മളിങ്ങനെ ക്ലംസി ആയിട്ട് മുണ്ട കെട്ടില്ലേ. ഇങ്ങനെയോ? ഒന്ന് കണ്ണാടി നോക്കട്ടെ. എനിക്ക് ആക്ച്വലി കേളി ഹെയർ നല്ല രസമാണ്. കേളി ഹെയറും ബേബി ഹെയർ ഒക്കെ നല്ല രസമായിട്ടിരിക്കുന്നതാണ് എൻ്റെ ഹെയറിൽ. പക്ഷെ ഇരിക്കണ്ടേ, അതാണ് പ്രശ്നം. ഹീറ്റ് ചെയ്തിട്ടിട്ട് പോലും ഇരിക്കണില്ല. എത്ര സ്പ്രേ അടിച്ചാലും ഇരിക്കില്ല. ഒന്നും ചെയ്യണ്ട. ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് തലയുടെ മോൾ ഭാഗം മാത്രം ഒന്ന് കോമ്പ് ചെയ്താൽ മതി. തൊട്ടാൽ പോയി. ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ നാളെ ഇടുന്നതായിരിക്കും ഗൈസ്. വർക്കൗട്ടായി എന്തായാലും ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ സെക്ഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ, ഇനി കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഡൺ. നമുക്കൊരു എന്തെങ്കിലും ബോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഞാനൊരു പോണിറ്റെയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. അയ്യ, നന്നായിട്ടൊന്നൊരു ക്ലിപ്പ് കുത്തിയിട്ട് ഒന്നും അവിടെ വെക്കാൻ പറ്റും. കുറച്ചുകൂടി പണികളുണ്ട്. നമുക്ക് വിളക്ക് കൊടുക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് തീർത്തിട്ട് പിന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണോ ചെയ്യാം. അതെ, ഈ 2 ലിപ്സ്റ്റിക്കും ഒന്ന് കയ്യിലെടുത്ത് വെച്ചേക്കണം. ഇങ്ങോട്ടും പോയി കണ്ണ് കാണാഞ്ഞിട്ടല്ല കേട്ടോ. കാഴ്ചശക്തി ഒക്കെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പിന്നെ മങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്താണോ മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. തൽക്കാലം ഇപ്പൊ വേണ്ട, കണ്ണട എല്ലാം റെഡിയാണല്ലോ. ഇല്ലെന്നിറയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം അതിൻ്റെയാണ് ഈ കതിര്. എന്താ ഇല്ലെന്നിറ? എന്താ? വിളവെടുപ്പിന്റെ മാസമാണല്ലോ ചിങ്ങമാസം എന്ന് പറയുന്നത്. അപ്പം കർക്കിടകം കഴിയണനുസരിച്ചിട്ട് ഒരു ഇത് കൊണ്ടുവന്ന് ഞാൻ കണ്ടു. ഇതിന്റെ പുറകിലെ കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇല്ലെന്നറ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ടാസ്ക്. അപ്പം മറ്റേ പറഞ്ഞ് കത്തി നമ്മളിന്നലെ തന്നെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇതിൽ കുറച്ച് ജീൻസുകളും പിന്നെ കുറച്ച് ടൈപ്സ് ഓഫ് ജീൻസുകളാണ്. ഇത് എന്താണെന്നറിയോ, നമ്മുടെ ഡ്രസ്സ് ടൈറ്റൻ ചെയ്യാനായിട്ട് ഉള്ള ബക്കിൾസാണ്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇത് കഴിക്കും വേഗോട്ടെ. ഷൂസ് നമ്മൾ കുറേ സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വേഗം. ഓക്കെ, റെഡി, ഇറങ്ങാം. ഷൂവിൻ്റെ 2 എണ്ണം ഉണ്ട്.
പിന്നെ കൊടുക്കും. ഗേൾസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അറിയാം. നമ്മുടെ ലിഫ്റ്റ് ഷൂട്ട് എന്നും ഉണ്ടാവും. എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റ്? ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. അവിടെ പോയാൽ മാറ്റും, എന്നാലും ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. Surprise is yet to come, guys. മോർണിംഗ് വൈബ് സൂപ്പർ. In 400 meters, turn right onto Chittoor Road. ഏർലി മോർണിംഗ് വൈബ്. ഒന്നല്ല 7 മണിയായി. 7 മണിയായോ? ഞാൻ സ്കൂളിൽ പോയിറങ്ങണ സമയം.